ജയൻ ചേർത്തലയും മറ്റൊരു നിലപാട് അറിയിച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഉയർന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് തന്നെ രാജിവെക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തി. ഇന്നലെ രാത്രിയാണ് മോഹൻലാൽ ഈ രാജി തീരുമാനം എടുത്തത് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. മോഹൻലാൽ വരാൻ പറ്റാത്തത് കൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറ്റിവെക്കണം എന്ന ആലോചനകളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇന്നലെ തന്നെ ഈ രാജി തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയെന്നുള്ള സൂചന. ശ്രീത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഇന്നലെ രാത്രിയാണോ ഈ മോഹൻലാൽ രാജി തീരുമാനം ആലോചിച്ചത്? AMMA ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനം മോഹൻലാൽ സംഘടനാ പ്രസിഡന്റ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വാർത്താക്കുറിപ്പും അതിന് തൊട്ടു പിന്നാലെ പുറത്തിറക്കിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘടനയുടെ നിലവിലെ ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലെ ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും എന്നാണ് ആ വാർത്താക്കുറിപ്പിലുള്ളത്. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം സംഘടനയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതിനും. ഇതാണ് മോഹൻലാലിന്റെ വാർത്താക്കുറിപ്പ്. പക്ഷേ ഈ തീരുമാനം അദ്ദേഹം ഇന്നലെ രാത്രി എടുത്തിരുന്നു എന്ന വിവരം ലഭിക്കുന്നു. മമ്മൂട്ടിയുമായും ആലോചിച്ച ശേഷം ഈ ഒരു തീരുമാനത്തിലേക്ക് സംഘടനാ പ്രസിഡന്റ് എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീത്തുണ്ട് ലൈനിൽ. ശ്രീത്ത്, കേൾക്കാമോ? മമ്മൂട്ടിയുമായി ആലോചിച്ച ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് മോഹൻലാൽ എത്തിയത്. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറ്റിവെക്കുന്നു എന്ന ആലോചനകൾ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ നിശ്ചയിച്ച യോഗം മോഹൻലാലിന് എത്താൻ പറ്റാത്തതുകൊണ്ട് മാറ്റിവെക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ആദ്യം ലഭിച്ചിരുന്നത്. പക്ഷേ തീരുമാനം ഇപ്പോൾ ഓൺലൈനായി തന്നെ യോഗം ചേർന്നുകൊണ്ട് എടുത്തിരിക്കുന്നു. 17 എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അംഗങ്ങൾക്കെതിരെ ലൈംഗികാരോപണം FIR ഇട്ട പശ്ചാത്തലമുണ്ട്. ഇനിയും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാം, ഇനിയും തലകൾ ഉരുണ്ടേക്കാം. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജി എന്ന തീരുമാനമാണ്. AMMA പ്രസിഡന്റ് ആദ്യ പ്രതികരണമായി കൂടി വാർത്താക്കുറിപ്പിനെ കാണേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ ശബ്ദിക്കാത്ത സൂപ്പർ താരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയുമാണ്. അതിനപ്പുറം സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കൂടി മോഹൻലാലിന് ഉത്തരവാദിത്തമുണ്ടായിരുന്നു വളരെ നേരത്തെ പ്രതികരിക്കാൻ. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചത് ഈ വാർത്താക്കുറിപ്പിലൂടെയാണ്. മുഖം തരാതെയാണ് സൂപ്പർ താരങ്ങൾ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. മുഖം തരാതെ, നിൽക്കക്കള്ളിയില്ലാതെ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രിയാണ് ഈ രാജി തീരുമാനം ഉണ്ടായത്. തുടരാനില്ല എന്ന നിലപാടെടുത്തു. അക്കാര്യത്തിൽ മമ്മൂട്ടിയോടുകൂടി മോഹൻലാൽ ആലോചന നടത്തി എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതായാലും സംഘടനയുടെ ഭാരവാഹികൾ തുടരെ 1, 2, 3 എന്ന നിലയ്ക്ക് പലർക്കുമെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്നു. FIR ഇട്ട ദിവസമാണ് ഇന്ന്. 7 പേർക്കെതിരെയാണ് ഒരു നടി പരാതി നൽകിയത്. സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ള ലൈംഗിക ചൂഷണം മാത്രമല്ല, സംഘടനയിൽ ഭാരവാഹിത്വത്തിനും പണമില്ലെങ്കിൽ പകരം ശരീരം നൽകൂ എന്നാവശ്യപ്പെട്ട ഇടവേള ബാബുവിനെതിരെ 2 പേരാണ് ഒരേ രൂപത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. അതിനോടുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ തനിക്ക് ഷൂട്ടുണ്ട്, തിരക്കുണ്ട് എന്നാണ് ഇടവേള ബാബു മറുപടി പറഞ്ഞത്. ആർക്കും മറുപടി പറയാൻ പറ്റാത്തൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരിക്കുന്നു. മുഖം നഷ്ടപ്പെട്ട് രാജി എന്ന് വേണമെങ്കിൽ പറയാം. മുഖം നഷ്ടപ്പെട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 17 അംഗങ്ങളും രാജിവെച്ചുകൊണ്ട് പുതിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടിയിരിക്കുന്ന പശ്ചാത്തലമാണ്. 2 മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും, ജനറൽ ബോഡി ചേരും എന്നാണ് ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പിൽ മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആദ്യ പ്രതികരണം മോഹൻലാലിന്റെ രാജി തീരുമാനമാണ്. അതിനപ്പുറം ഒരു പ്രതികരണവും മോഹൻലാൽ പ്രസിഡന്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ പ്രതികരണവും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിലാകെ പ്രതികരിച്ച സൂപ്പർ താരം പൃഥ്വിരാജാണ്. അതിനപ്പുറം മൈക്ക് വരുമ്പോഴുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു, വ്യത്യസ്ത നിലപാടുകൾ നമ്മൾ കണ്ടു, സ്ത്രീവിരുദ്ധമായ പ്രതികരണങ്ങളും കണ്ടു. തുടരെ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ നടൻ ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, മണിൻ പിള്ള രാജു,
അടക്കമുള്ള താരങ്ങൾ പ്രതിരോധത്തിലാണ്. ബാബുരാജ് അടക്കമുള്ള താരങ്ങൾ പ്രതിരോധത്തിലാണ്. ഇവർക്കെതിരെ പരാതി പരസ്യമായി വെളിപ്പെടുത്തലായി മാത്രമല്ല പോലീസിലും പരാതി നൽകിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി ഇമെയിലിലൂടെ അയച്ചിരിക്കുന്നു. ഒരു നടി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റും ബാബുരാജിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. ഇതിൽ മേൽ FIR ഇട്ട ദിവസം കൂടിയാണ് ഇന്ന്. മോഹൻലാലിന്റെ രാജി തീരുമാനം ഇന്നലെ രാത്രി സംഭവിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്.